നമസ്കാരം. വിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കല്ലേ. അപ്പം നമുക്ക് സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1. വാഴയിലയിൽ ഊണ് കഴിക്കാത്ത മലയാളി ഉണ്ടാവില്ല അല്ലേ? ഓണം വന്നാലും ഉണ്ണി പിറന്നാലും മലയാളിക്ക് സദ്യ വാഴയിലയിൽ തന്നെ വേണം. സദ്യയ്ക്ക് മാത്രമല്ല, സ്കൂളിൽ പൊതികെട്ടി ചോറ് കൊണ്ടുപോകുന്നതിനും വാഴയിലയാണ് പണ്ട് നമ്മൾ ആശ്രയിച്ചിരുന്നത്. ഉച്ചയാകുമ്പോൾ ആ പൊതിയൊന്നും തുറക്കുമ്പോഴുള്ള ആ ഒരു മണം, അത് ഇപ്പോഴും ഒരു ഓർമ്മയാണ് അല്ലേ? നല്ല ചൂടും മണവും ഊറുന്ന ബിരിയാണി പോലും വാഴയിലയിൽ കഴിക്കുന്നത് മലയാളിക്കൊരു ശീലമാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇലയുടെ ഉണ്ടാക്കാനും ഈ വാഴയില തന്നെ വേണം. ഇതിനെല്ലാം ഇല ഇനി തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നതെങ്കിലും അതൊന്നും സാരയില്ല, വാഴയില മലയാളിക്ക് നിർബന്ധമാണ്. സദ്യ ഉണ്ണാനും പൊതിച്ചോറ് കെട്ടാനും മാത്രമല്ല കേട്ടോ വാഴയില ഉപയോഗിക്കുന്നത്. ഒട്ടനവധി ഉപയോഗങ്ങളുണ്ട്. നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് ഈ വാഴയില വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ പൊതിച്ചോറിന് നമ്മളറിയാത്ത ആരോഗ്യ ഗുണങ്ങൾ ഒരുപാടുണ്ട്. നല്ല തൂശനില ഇതുപോലെ വെട്ടിയെടുത്തിട്ട് ചെറുതീയിൽ ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ചോറും കറികളും ഒക്കെ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. ഈ പൊതിച്ചോറിൻ്റെ വിഭവങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള വളരെ ടേസ്റ്റാണ്. ഉച്ചയ്ക്ക് നമ്മൾ ഈ പൊതി ഇതുപോലൊന്ന് അഴിച്ച് നമ്മൾ കഴിക്കാൻ എടുക്കുമ്പം ഒരു മണം ഉണ്ടല്ലോ, ആ മണം നമ്മൾ അടിക്കുമ്പം തന്നെ പകുതി വിശപ്പ് നമ്മുടേത് മാറും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ. ഈ വാഴയിലയിൽ മെഴുകു പോലുള്ള ഒരു ആവരണമുണ്ട്. ഇതാണ് ചൂടുള്ള ഭക്ഷണം പൊതിയുമ്പോൾ ഉരുകി പ്രത്യേക ഒരു മണവും രുചിയും ഒക്കെ നമുക്ക് നൽകുന്നത് കേട്ടോ. നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഗുണങ്ങളും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകളെല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ പൊതിച്ചോറിൽ. അപ്പം ഇനി ഇതുപോലെ ഒന്ന് എല്ലാവരും പൊതിച്ചോറ് കെട്ടി ഒന്ന് കഴിച്ചു നോക്കണേ. ടിപ്പ് നമ്പർ 2. വാഴയില എടുക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു നല്ലൊരു തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യുക. നമ്മൾ ഫുഡൊക്കെ കഴിക്കാനുള്ള ആ ഒരു വലിപ്പത്തിന് എടുക്കുക കേട്ടോ. അതുപോലെ കട്ട് ചെയ്ത് ഞാൻ ഇപ്പോൾ ഇത്രയും കുറേ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1-2 വാഴക്കൈ ഉണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച അല്ലെ 2 ആഴ്ചത്തേനുള്ള ഇല നമുക്ക് എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ, കേടുകളൊന്നും കൂടാതെ. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ എടുത്ത ഈ വാഴയില നമുക്ക് ഒന്ന് വാട്ടിയെടുക്കണം. ഇങ്ങനെ എല്ലാം ഒന്ന് വാട്ടിയെടുക്കുക. നന്നായിട്ട് ഇങ്ങനെ വാട്ടി എടുത്തതിന് ശേഷം ഇത് നമുക്ക് ഇതുപോലൊരു പത്ര പേപ്പറിൽ ഇങ്ങനെ ഒന്ന് ചുരുട്ടി വയ്ക്കുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം ഒരു റബ്ബർ ബാൻഡും കൂടി ഇട്ട് ഇതുപോലെ എടുത്ത് വെക്കുകയാണ്. ഇത് നമ്മൾ ഫ്രിഡ്ജ് വെക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെക്കാം, അതല്ലെങ്കിൽ വെളിയിൽ വെച്ചിരുന്നാലും 2 ആഴ്ചയോളം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് പ്ലേറ്റിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു പീസ് വാഴയില വെച്ചിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വാഴയിലയിൽ ഫുഡ് കഴിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ പാത്രങ്ങളൊന്നും അധികം കഴുകേണ്ടതായിട്ടും വരത്തില്ല. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് എടുത്ത് വെച്ച് നോക്കുക കേട്ടോ. ടിപ്പ് നമ്പർ 3. ഇതുപോലെ നോൺ സ്റ്റിക്ക് പാനിൻ്റെ കോട്ടിംഗ് ഒക്കെ പോയത് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ അത് നിങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും ഉപയോഗിക്കാറില്ലാതെ മാറ്റി വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കോട്ടിങ് പോയ പാനൊക്കെ ഉണ്ടെങ്കിൽ കളയണ്ട കേട്ടോ, നമുക്കത് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു വാഴയില എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പാനിൻ്റെ ഷേപ്പിൽ റൗണ്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വെട്ടിയെടുക്കാം കേട്ടോ. അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്തില്ല. ഇതുപോലെ ഒരു ചെറിയൊരു പീസ് വാഴയില എടുത്തിട്ട് ഈ പാനിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താണോ കുക്ക് ചെയ്യേണ്ടത് അത് നമുക്ക് ഇതിൽ കുക്ക് ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പം മീനൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആണെങ്കിലും ഇതിലേക്ക് ഇങ്ങനെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യം ഇതിലേക്ക് വരുന്നില്ല കേട്ടോ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്രയും ഓയിലും നമ്മൾ ഈ വാഴയിലയിൽ ചെയ്യുമ്പം ഉപയോഗിക്കേണ്ടതായിട്ട് വരത്തില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇനി മീൻ കഷ്ണങ്ങളെല്ലാം ഇതുപോലെ ഒന്ന് പെറുക്കി വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പം കോട്ടിങ് പോയ പാനാണ്. നമുക്ക് കോട്ടിങ് പോയ നോൺ സ്റ്റിക്ക് പാത്രത്തിലൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്ന നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ലല്ലോ. പക്ഷേ ഇങ്ങനെ വാഴയില വെച്ചിട്ട് നമ്മൾ മീനൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് ഈ പാത്രം വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ വാഴയിലയിൽ കുക്ക് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് മീനൊന്ന് ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും. നന്നായിട്ട് നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ അല്ലെങ്കിൽ മീൻ പൊരിക്കുന്ന മറ്റു പാത്രങ്ങളിൽ
മുകളിലൊക്കെ ഫ്രൈ ചെയ്തെടുത്തതുപോലെ തന്നെ നന്നായിട്ട് അതിൻ്റെ ആ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇപ്പോൾ കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റി. നോക്കിയാൽ നമ്മൾ ആ ഒഴിച്ച എണ്ണ അത്രയും തന്നെ കിടപ്പുണ്ട്, അധികം എണ്ണയൊന്നും ചിലവായിട്ട് പോലും കൂടിയില്ല. അപ്പോൾ ഇതുപോലെ കോട്ടിങ് പോയ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഇതുപോലെ നിങ്ങൾ വാഴയിലയൊക്കെ വെച്ചിട്ട് മീനോ ഇറച്ചിയോ ചിക്കനൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ചെറിയ രീതിക്കാണ് ഇത് കാണിച്ചിരിക്കുന്നത്. കുറച്ച് വലിയ വാഴയിലയും വലിയ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണേ. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. ടിപ്പ് നമ്പർ 4, ഇതുപോലെ ഒരു ചെറിയ വാഴക്കീറ് എടുക്കുക. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് കീറിയെടുക്കണം ഈ ഒരു അളവിൽ. അതിനുശേഷം നമ്മുടെ കൈ വെച്ചിട്ട് നമുക്കിതൊന്ന് ചുരുട്ടിയിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുരുട്ടി നമുക്ക് എടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇത് ഒന്ന് ഈർക്കിളിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കണം ഈ ഒരു സൈഡ്. അതല്ലെങ്കിൽ സ്റ്റാപ്ലർ വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുത്താലും മതി. ഞാനിപ്പോൾ ഈർക്കിളി വെച്ചിട്ടാണ് കുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് നമുക്ക് വിത്തുകളൊക്കെ മുളപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഇതുപോലെ കുറച്ച് അധികം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പയർ അതുപോലുള്ള ധാന്യങ്ങളൊക്കെ മുളപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇതിലും മണ്ണ് നിറച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല, വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്നതുകൊണ്ട് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് നമ്മൾ നേഴ്സറികളിലൊക്കെ വിത്തുകളൊക്കെ മുളപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇത് ഈ ഒരു വാഴക്കീറ് വെച്ചിട്ട് ഇതുപോലെ കുറച്ച് ഏറെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ വിത്തുകളൊക്കെ നന്നായിട്ട് മുളപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇത് പ്രകൃതിയുമായിട്ട് ഇണങ്ങി ചേരുന്നത് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രകൃതിക്ക് ദോഷകരമായിട്ട് ഒന്നും ആകുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് അനായാസം ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ വീട്ടിൽ വിത്തുകളൊക്കെ ഇങ്ങനെ മുളപ്പിച്ചെടുക്കണമെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ വാഴക്കീറ് എടുത്തിട്ട് ഇതുപോലെ ചെയ്താൽ മതിയെ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ടിപ്പ് നമ്പർ 5, മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ ഇതുപോലെ കുറച്ച് വാഴയില ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ നീര് എടുക്കണം. അപ്പോൾ ഈ ഒരു വാഴയിലയുടെ നീര് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾക്കുള്ള അല്ലെങ്കിൽ നമ്മളെ അലട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം കൂടിയാണ് ഈ വാഴയിലയുടെ ഈ ഒരു നീര് അല്ലെങ്കിൽ ഈ വാഴ ഇലയുടെ ഈ സത്തെന്ന് പറയുന്നത്. നമ്മുടെ തലയിലെ താരനുള്ള ഒരു ഉത്തമ പരിഹാരമാണ് ഈ വാഴയിലയുടെ നീര്. ഈ നീര് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ തലയോട്ടിയിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കഴുകി കളയുകയാണെങ്കിൽ താരം പൂർണ്ണമായിട്ടും മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ സൂര്യാഘാതം അങ്ങനെയൊക്കെയുള്ള ചൂട് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരം കൂടിയാണ്. അതായത് ചൂടുകുരു ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ നീര് എടുത്തതിന് ശേഷം അത് ചൂടുകുരു ഉള്ള ഭാഗങ്ങളിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ സൂര്യാഘാതം മൂലം ഉണ്ടാകുന്ന പൊള്ളരി പോലെയൊക്കെയുള്ള വിഷയങ്ങൾക്കുള്ള പരിഹാരം എന്ന് പറയുന്നത് ഇതുപോലെ വാഴ ഇലയുടെ നീരും അല്പം ജിഞ്ചർ ഓയിലും കൂടെ ഇങ്ങനെ ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം ഇതുപോലൊരു വാഴ പീസ് എടുക്കുക. വാഴയിലയുടെ പീസ് എടുത്തിട്ട് ഇതുപോലൊന്ന് പതുക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. ഒന്ന് റാപ്പ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമുക്കൊരു ഈർക്കിളിയോ അതല്ലെങ്കിൽ സ്റ്റാപ്ലറോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൂടി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെക്കുകയാണെങ്കിൽ പൊള്ളലൊക്കെ പെട്ടെന്ന് തന്നെ മാറി റെഡിയായി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്കും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ. അതുപോലെ തന്നെ 8 കാലി കടിച്ചാലും കടന്നൽ കുത്തേറ്റാലും ഒക്കെ നമുക്ക് ഈ വാഴയില അരച്ചതോ ഇതിൻ്റെ നീരോ നമുക്ക് തേച്ച് കൊടുത്താൽ മതിയാകും കേട്ടോ. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വടുക്കളും പാടുകളും ഒക്കെ മാറാൻ വേണ്ടിയിട്ടും നല്ലൊരു വഴി കൂടിയാണ് ഇത്. അതുപോലെ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ മുറിവുകൾ ഉണങ്ങാനും പുതിയ ചർമ്മകോശങ്ങൾ ഉണ്ടാകാനും ഒക്കെ വളരെ നല്ലതാണ്. അതായത് ഈ വാഴ ഇലയിലെ അലാൻടോയിൻ എന്ന ഒരു വസ്തു വില കൂടിയ പല സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ഈ അലാൻടോയിൻ അടങ്ങിയിട്ടുണ്ട്. വാഴ ഇലയുടെ നീര്, ബീവാക്സ്, ഒലിവ് ഓയിൽ എന്നിവ ചേർത്തുണ്ടാക്കിയ ഈ മിശ്രിതം കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഡൈപ്പർ അലർജിക്കൊക്കെ നല്ലൊരു മരുന്നാണ്. അലർജി ഉള്ള ഭാഗങ്ങളിലൊക്കെ ഒന്ന് തൂത്തു കൊടുത്താൽ മതിയാകും കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു രീതിക്കും കൂടെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ. ടിപ്പ് നമ്പർ 6, ഇതുപോലെ വാഴയില എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. നമ്മൾ നേരത്തെ റോൾ ചെയ്തെടുത്തതുപോലെ വാഴയില ഇതുപോലെ ഒന്നിങ്ങനെ ചുരുട്ടിയിട്ടെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലൊരു എന്തെങ്കിലും വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനൊരു ഈർക്കിളി വെച്ചിട്ടാണ് പിൻ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ വലിപ്പം കൂടിപ്പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതേപോലെ ഞാൻ 2-3 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അപ്പച്ചമ്പിൻ്റെ തട്ടിലോട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണേ. ഇതുപോലെ അപ്പച്ചമ്പിൻ്റെ തട്ടിലോട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ ഇതിനകത്ത് പുട്ടുണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ട്. പുട്ടുപൊടിയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ ഇട്ട് കൊടുത്തു. എന്നിട്ട് പുട്ടുപൊടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം വെളിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ പുട്ടുപൊടി എല്ലാത്തിലും നിറച്ച് കൊടുത്തിട്ടുണ്ട്. മുകളിൽ നമ്മൾ എങ്ങനെയാണോ സാധാരണ ചെയ്യാറുള്ളത് അതുപോലെ തന്നെ തേങ്ങയൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ നമുക്ക് പുട്ട് പുഴുങ്ങിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നല്ല
അടിപൊളി പുട്ട്. ഈ പുട്ടിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നമ്മൾ സാധാരണ പുട്ടുകുറ്റിയിൽ പുഴുങ്ങുന്നതിനെക്കാട്ടിലും ടേസ്റ്റോട് കൂടിയിട്ടുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഈ വാഴയിലയുടെ ആ ഒരു വാസനയും ഒക്കെ കൂടെ കൂടിയിട്ട് കഴിക്കാൻ അടിപൊളിയാണ്. ഇതുപോലെ നല്ല പഴത്തിൻ്റെ കൂട്ടത്തിൽ കഴിക്കണം. അപ്പോഴേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി പുട്ട് പുഴുങ്ങുമ്പോൾ ഇതുപോലൊന്ന് പുഴുങ്ങി നോക്കണം കേട്ടോ. പുട്ടുകുറ്റിയൊന്നും പിന്നെ നമുക്ക് കഴുകേണ്ടി വരത്തില്ലല്ലോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. ടിപ്പ് നമ്പർ 7, ഇതുപോലെ ചെറിയൊരു വാഴയില കീറ് ഉണ്ടെങ്കിൽ നമുക്ക് ചൂട് കാലത്ത് ആവി എടുക്കാതെ വിയർക്കാതെ ഇരിക്കാൻ പറ്റും. കറണ്ടും ഫാനും ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലൊരു ചെറിയൊരു വിശറി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വീശി കൊടുക്കാം. ഇത് കാണുമ്പം ചിരി വരുമെങ്കിലും ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം, എങ്കിലേ അത് അറിയാൻ പറ്റത്തുള്ളൂ. നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് ഫാനൊന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലെ നമുക്കൊന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ടിപ്പ് നമ്പർ 8, ഇതുപോലൊരു ചെറിയ വാഴയില പീസ് എടുക്കുക. അതിനുശേഷം ഒരു കത്തി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കീറി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി ഒരു ചെറിയ പൈപ്പ് കുഴലോ ചെറിയൊരു കമ്പോ എന്തെങ്കിലും എടുത്തിട്ട് അതിൽ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു മൈക്രോപോർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടേപ്പ് വെച്ചിട്ടോ നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് കൊടുക്കണം. ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കൈ എത്താത്ത ഭാഗങ്ങളിലൊക്കെയുള്ള ചുക്കിരി വലയോ അതല്ലെങ്കിൽ പൊടിയോ മാറാലയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തൂത്ത് കളയാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉണക്ക ഇലയുണ്ടല്ലോ, ഉണങ്ങിയ വാഴയില, അത് വെച്ചിട്ട് നമുക്കിതുപോലെ ചൂല് പോലൊക്കെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ മുകളിലേക്കുള്ള മാറാലയൊക്കെ തൂക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കുവാണെങ്കിൽ ഇങ്ങനെയും നമുക്ക് ഈ ഒരു വാഴയില ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്ത് നോക്കണം. നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കാര്യം അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വാഴ ഇല വെച്ചിട്ട് ഏതാനും ചില കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളൂ. ഇനിയും നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. വാഴയുടെ ഇലയും തണ്ടും വേരും കായും പൂവും എന്നു വേണ്ട വാഴയുടെ എല്ലാ ഭാഗങ്ങളും തന്നെ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ അതുമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ടിപ്സുകൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി തൊട്ടടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.